കുഞ്ചിയമ്മ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. കഥ തുറന്നു കൊടുക്കണം, അതാണ് ആവശ്യം. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. സാറ് രാവിലെ പണങ്ങിയിരിക്കുകയാണ്. അപ്പൻ രാവിലെ ഓട്ടോയ്ക്ക് പോയപ്പോ കൊണ്ടുപോയില്ല, അതാണ് പ്രശ്നം. അതിനാണ് ഈ മോൻ വെറുപ്പിച്ചിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. അതികർക്കശമായ നടപടികൾ തന്നെ ഉണ്ടാവും. 2 ദിവസമായിട്ട് നമ്മുടെ പയ്യനെ ഇവിടെ കാണുന്നില്ല. നാളെ കൂടെ കണ്ടില്ലെങ്കിൽ കയറി അന്വേഷിക്കണം. ഓഫീസിലെത്തി പണിയെ കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി. ഇന്നൊരു കല്യാണമുണ്ട്. മഴ പെയ്തതുകൊണ്ട് ഞാനും വല്യച്ഛനും അപ്പുവിന്റെ കൂടെ കാറിലാണ് പോയത്. ഇന്നത്തെ കല്യാണം നമ്മുടെ സുഹൃത്ത് എബിയുടെ ബ്രദറിന്റെ ആണ്. പഴയ വർക്ക് ചെയ്ത സുഹൃത്തുക്കളെല്ലാം കല്യാണത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയൻ എന്ന് വേണമെങ്കിൽ പറയാനും പറ്റും. സ്റ്റേജിൽ തകൃതിയായി ഫോട്ടോ എടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പണിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സുഹൃത്ത് എബിയും വൈഫും. എവിടെ പരിപാടിക്ക് പോയാലും ദാ നിൽക്കുന്ന മുന്നേ തന്നെ ഉണ്ടാവും. അതൊരു ജിന്നാണ് മകൻ. ചില സമയത്ത് ഇവന്റെ പ്രവൃത്തി കണ്ട ഇവൻ കുപ്പിന്ന് വന്നാണെന്നോ തോന്നിപ്പോകും. കൂടെയുള്ള ഒരാൾക്ക് തിരുവനന്തപുരം വരെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാര്യമായി. നല്ല മഴ പെയ്തു. ബൈക്കിലായതുകൊണ്ട് നനയേണ്ട അവസ്ഥ വന്നേനെ. ഓഫീസിൽ നാളെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫ്ലെക്സ് അടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ഇതാണ് കുമ്പഴയിലുള്ള വടക്കട. ഇവിടെ നിർത്തി ഒരു ചായ കുടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. തൊട്ടപ്പുറത്തുള്ള പള്ളിയുടെ സെമിത്തേരി വടക്കടയുടെ തൊട്ട് പുറകിലായിട്ടാണുള്ളത്. അവിടെ നിത്യതയുടെ ഉദ്യാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. താങ്ങോയ്ക്കോ. നാളത്തെ ചെക്കപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് വെല്ലിച്ചിന് അച്ചാർ. ചായ കുടിച്ചോണ്ട് നിന്നപ്പോ വെറുതെ വിളിച്ചു നോക്കിയതാണ്. ഒറ്റ വെളിയിൽ തന്നെ ആളിങ്ങി പോന്നു. പിന്നെ ദാ കീഴേ കയറി നിന്ന് മുട്ടിന് താഴെ ഇമാതിരി ഇടി അടിച്ചത്. ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ടാ? വേറൊന്നുമല്ല, വിശപ്പാണ് പ്രശ്നം. ദാ ഒരു ഒറ്റ വടയില് ആള് ഹാപ്പി. അങ്ങനെ അവളെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ പതിയെ ഓഫീസിലേക്ക് പോകുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.